bells. ഇത്രയും നിറങ്ങളുള്ള ഞാൻ, എനിക്ക് മീതെ വേറെ ആരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. മനോഹരമായൊരു കാട്, എവിടെ നോക്കിയാലും സൗന്ദര്യം മാത്രം. ഒരു മരക്കൊമ്പിൽ നിറയെ വർണ്ണത്തൂവലുകളുള്ളൊരു പക്ഷി, വലിയ അഹങ്കാരത്തോടെ കൊമ്പുകൾ തോറും പാറി നടന്നുകൊണ്ട്. എന്നെ കണ്ടോ? എന്നെ മനസ്സിലായോ? എന്നെ കണ്ട് മഴവില്ലാണെന്ന് കരുതിയല്ലേ? അതാണ് എൻ്റെ മഹത്വം. എല്ലാ നിറങ്ങളും ചേർന്ന സൗന്ദര്യം എൻ്റേതാണ്. ആ സൂര്യൻ എപ്പോഴും ചുവപ്പല്ലേ? ചന്ദ്രൻ 4 നാൾ വെളുപ്പ്, 4 നാൾ കറുപ്പ്. ആ മരം നനഞ്ഞാൽ പച്ചപ്പാണ്, ഉണങ്ങിയാൽ വിരൂപമാകും. ഇത്രയും നിറങ്ങളുള്ള ഞാൻ, എനിക്ക് മീതെ വേറെ ആരുണ്ടെന്നാണ് എൻ്റെ ചോദ്യം. അതുമാത്രമോ, എൻ്റെ സൗന്ദര്യം എത്ര പേരാണ് കൊതിയോടെ നോക്കുന്നത്? ഛേ, അവരുടെ ആ കോങ്കണ്ണ് നോട്ടം. അതെ, എൻ്റെ വാലിന് ചുറ്റും ചുറ്റിപ്പറ്റി നടക്കുകയാണ് എല്ലാവരും. ഈ വാക്കുകൾ പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് പക്ഷി അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് പതുക്കെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ആമയെ കണ്ടത്. ആമയുടെ അടുത്തേക്ക് ചെന്ന് പക്ഷി പരിഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു: ഹേയ്, ആരാണ് നീ? എന്നെ കൂർമ്മം എന്ന് വിളിക്കും, അതാണ് എന്റെ പേര്. കൂർമ്മമോ? നിന്റെ പേര് പോലെ തന്നെയുണ്ട് നിന്റെ രൂപവും. ആ വാക്ക് കേട്ട് ആമയ്ക്ക് വിഷമമായി. മാളത്തിൽ നിന്നും വന്ന എലിയെപ്പോലെ നിന്റെ തല മുതുകിൽ ശപിക്കപ്പെട്ടവനെ പോലെ ഒരു വലിയ തോട്, നടക്കാൻ വയ്യാത്ത കാലുകൾ, പിന്നെ നീയും യാക്ക്. ആമ സങ്കടത്തോടെ നോക്കി. എന്താ മിണ്ടാത്തത്? എന്റെ സൗന്ദര്യം കണ്ട് ബോധം പോയോ? അതോ ശബ്ദമടഞ്ഞു പോയോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ആ ഭഗവാന്റെ ദശാവതാരങ്ങളിൽ ഞാനുണ്ട്, നീ എവിടെയില്ലല്ലോ. അഹങ്കരിക്കാതെ. ചെളിയിൽ പുരണ്ട നീയും നിന്റെ ഈ ജീവിതവും. എന്നെപ്പോലെ പറക്കാൻ കഴിയുമോ? എന്നെപ്പോലെ തുള്ളിച്ചാടാൻ കഴിയുമോ? എന്നെപ്പോലെ പാടാൻ കഴിയുമോ? പാറിപ്പറന്ന് എത്ര ദൂരം വേണമെങ്കിലും ക്ഷീണമില്ലാതെ അങ്ങനെ പോയി ഇങ്ങനെ വരാൻ എനിക്ക് കഴിയും. ലോകം ചുറ്റി വരാൻ എനിക്കാവും. കാണണോ എന്റെ ശക്തി? എന്നു പറഞ്ഞറിഞ്ഞ് പാറിപ്പറന്ന് കാറ്റിലൂടെ ഒരുപാട് ദൂരേക്ക് പോയി ആ പക്ഷി. ആമ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ആ പക്ഷി അഹങ്കാരത്തോടെ ഒരു വലിയ കുട്ടിക്കാട്ടിലേക്ക് പറന്നിറങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ പക്ഷിയുടെ നിലവിളിയും കരച്ചിലും കേട്ടു. അയ്യോ, എന്നെ രക്ഷിക്കണേ, പുറത്തു കിടക്കാനൊരു വഴി കാണിച്ചതാ എന്ന് വേദനയോടെ നിലവിളിച്ചുകൊണ്ട് കാട്ടിൽ കുടുങ്ങി മുറിഞ്ഞുപോയ വാലുമായി പുറത്തുവന്ന് നിലത്തു വീണ് കരയാൻ തുടങ്ങി ആ പക്ഷി. അപ്പോഴാണ് അവിടേക്ക് വന്ന ആമ കരയുന്ന പക്ഷിയെ കണ്ടത്. നീ എങ്ങനെ വന്നു? നിന്റെ കരച്ചിൽ കേട്ടു, ആപത്തിലാണെന്ന് തോന്നി, അങ്ങനെ വന്നതാ. വാ പോകാം. എങ്ങോട്ട്? നിനക്കിപ്പോൾ ചികിത്സ നൽകണം. ചികിത്സയോ? അതെ, രക്തം വരുന്നുണ്ട്, അതൊന്ന് കഴുകണം. ചന്ദ്രന്റെ താഴെ വിശ്രമിക്കണം, സൂര്യന്റെ താഴെ ഉണങ്ങണം. ആ ഇലകളില്ലേ, അതിന്റെ നീര് പുരട്ടണം. ആ പക്ഷിക്ക് താൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നു. എന്താ ആലോചിക്കുന്നത്? പറക്കാൻ വയ്യ, ചാടാൻ വയ്യ, ഞാൻ എങ്ങനെ വരും? എന്റെ മുതുകിലൊരു തോടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ മുകളിൽ കയറിയിരുന്നു. എപ്പോഴേക്കും എത്തും? പറക്കാൻ കഴിയാത്ത നിന്നേക്കാൾ മെല്ലെയുള്ള എൻ്റെ ഈ നടത്തം നല്ലതല്ലേ? വന്നാൽ നീ രക്ഷപ്പെടും, വന്നില്ലെങ്കിൽ മരിക്കും. വേഗം വാ. പെട്ടെന്ന് പക്ഷി ആമയുടെ പുറത്തു കയറിയിരുന്നു. ആമ അതിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ആമ വെള്ളം കുടഞ്ഞ് തെറിപ്പിച്ച് ഇലകൾ കൊണ്ട് മുറിവ് കെട്ടിവെച്ചു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ പക്ഷിക്ക് വാൽ മുളച്ചു വന്നു. ഹായ്, നിന്റെ വാൽ, ആ വർണ്ണവാൽ തിരികെ വന്നു. കൊള്ളാം, ഇനി പറന്നോളൂ. അതെന്താ? സൗന്ദര്യം ഈ നിറമുള്ള വാലിലല്ല, നിന്റെ മനസ്സിലാണ്. ഞാൻ എല്ലാവരെയും പരിഹസിച്ചു, നിന്നെയും അപമാനിച്ചു. ഒടുവിൽ ആപത്തിൽ പെട്ടുപോയി. നീ വന്ന് എന്നെ രക്ഷിച്ചു. അതാണ് യഥാർത്ഥ സൗന്ദര്യം. ഈ ഭൂമിയിൽ നമ്മൾ പരസ്പരം തുണയാകണം. വല്ലാതെ അഹങ്കരിക്കരുത്, പരിഹസിക്കരുത്. ഓരോരുത്തർക്കും ഓരോ രൂപമാണ്, അതാണ് പ്രകൃതി നിയമം. ബേർഡ് ലാൻഡ് കാട്ടിൽ രാജാവ് ഈഗിളിന്റെ സിംഹാസനത്തിൽ എല്ലാ പക്ഷികളുടെ ജീവിതവും വളരെ സുന്ദരമായിരുന്നു. ഇവിടെ എല്ലാ പക്ഷികളും ഒറ്റക്കെട്ടായാണ് ജീവിച്ചത്. അത് ഈ കാടിന്റെ ഭംഗിക്ക് കൂടുതൽ മികവേറ്റി. ആ കാട്ടിൽ ഒരു മയിലും ഉണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയാണ്.
അവന്റെ ചിറക് സൂര്യകിരണത്തിൽ സ്വർണം പോലെ തിളങ്ങുമായിരുന്നു. അങ്ങനെ മയിലിന്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അടുത്തുള്ള കാട്ടിലുള്ള എല്ലാ പക്ഷികളും നടത്തുമായിരുന്നു. നിങ്ങൾ ആ മയിലിനെ ഒന്ന് നോക്ക്. വളരെ ഭംഗിയുണ്ടെന്ന് പറഞ്ഞ അവൻ അവിടെയും ഇവിടെയും നടക്കുന്നത്. അവൻ ആരോടും നിന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടേയില്ല. എനിക്ക് തോന്നുന്നു അവൻ ചിന്തിക്കുന്നത് ഇത് അവന്റെ മാത്രം കാടാണെന്നാ. നീ പറഞ്ഞത് ശരിയാ. ഇവൻ ആരോടും മിണ്ടുക പോലുമില്ല. പറയുന്നതൊക്കെയോ അവനെ കുറിച്ച് മാത്രവും. എനിക്കത് കേട്ട് കേട്ട് മടുത്തു. ആ, അത് ശരിയാ. എന്നാൽ എല്ലാവർക്കും അവന്റെ സൗന്ദര്യം ഇഷ്ടമാണ്. അവന്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയെ പോലും ഞാൻ കണ്ടിട്ടില്ല. മയിൽ അവർ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടവന് വീണ്ടും അഹങ്കാരം കൂടി. അവൻ നദിയുടെ കരയിൽ പോയി തന്റെ ചിറകിനെ പ്രശംസിക്കാൻ തുടങ്ങി. വാവ്, എപ്പോഴൊക്കെ ഞാൻ എന്നെ നോക്കുന്നോ എനിക്ക് എന്നോട് തന്നെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാകുന്നു. നിങ്ങളെന്റെ പീലിയിൽ നോക്ക്. എന്റെ സുന്ദരമായ കഴുത്ത്, പിന്നെ എന്റെ തിളങ്ങുന്ന ഈ ചിറക്. ഈ കാട്ടിൽ ഇങ്ങനെ ഒരു ചിറക് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഞാനും എന്റെ ചിറകും എല്ലാ പക്ഷികളെയും അസൂയപ്പെടുത്തുന്നു. എല്ലാ പക്ഷികളും അവൻ പറയുന്നത് കേട്ട് മിണ്ടാതെ നിന്നു. അവിടെ ഒരു ചില്ലയിലിരുന്നിരുന്ന കാക്കയും അവന്റെ പൊങ്ങച്ചം കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. കാണാൻ ഇത്ര ഭംഗിയും സംസാരത്തിൽ ഇത്ര അഹങ്കാരവും. ഈ മയില് നന്നാകണമെങ്കിൽ ഇവനെ നല്ലൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. കാക്കയുടെ മനസ്സിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ അവൻ മയിലിന്റെ അടുത്തേക്ക് പോയി. കാട്ടിലെ വളരെ പ്രിയപ്പെട്ട സൗന്ദര്യമുള്ള മഹാനായ പക്ഷി നിങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല താങ്കളുടെ ഈ സൗന്ദര്യം കണ്ട് എനിക്ക് എന്ത് പറയണമെന്ന്. ഇത് കേട്ടപ്പോൾ മയിലിന്റെ മുഖത്ത് കുറച്ചുകൂടി അഹങ്കാരവും പൊങ്ങച്ചവും കൂടി. ഒരുപാട് നന്ദിയുണ്ട് കാലുക്കാക്കേ. നീയും ഇങ്ങനെയല്ലേ ചിന്തിക്കുന്നത്? നിനക്കും എന്നെ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നെങ്കിൽ നിന്റെ ചിറകും എന്റെ ചിറക് പോലെ നല്ല ഭംഗിയാകുമായിരുന്നുവെന്ന്. ഹാ, ഞാൻ സത്യമായിട്ടും ഇത് തന്നെയാ ചിന്തിച്ചത്. പക്ഷേ കാട്ടിലെ മറ്റു പക്ഷികൾ ഇതല്ല ചിന്തിക്കുന്നത്. കാരണം അവർ എന്നെപ്പോലെ നിന്റെ അടുത്തേക്ക് വന്ന് നിന്നെ ഇങ്ങനെ പ്രശംസിക്കുന്നില്ലല്ലോ. ആ, നീ പറഞ്ഞത് ശരിയാണല്ലോ. എനിക്ക് തോന്നുന്നത് അവർക്ക് അസൂയയാണെന്നാ. അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണും ഞാനാണ് ഈ കാട്ടിലെ സൗന്ദര്യമുള്ള പക്ഷിയെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിനക്ക് അവരെ തെളിയിച്ച് കാണിച്ചുകൂടാ? നീയാണ് ഈ കാട്ടിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയെന്ന്. ഇത് കേട്ടപ്പോൾ മയിൽ തന്റെ കണ്ണുകൾ ചെറുതാക്കി ഒരു ചോദ്യം ചോദിച്ചു. എന്നാൽ അതെങ്ങനെ തെളിയിക്കും? നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീ ആകാശത്തു കൂടി പറന്നു പോകുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടായിരിക്കുമെന്ന്? ആകാശത്ത് പറന്നു നടക്കുമ്പോഴോ? ഇതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേയില്ല. ദിവസവും ഒരുപാട് പക്ഷികൾ ആകാശത്ത് പറന്നു നടക്കുന്നതല്ലേ? അവിടെ വെച്ചൊന്നും നിന്നെ കണ്ടു കാണില്ല. എന്നാൽ നീ ചിന്തിക്ക്, നീ എപ്പോൾ ഉയരത്തിൽ പറക്കുന്നോ ആ സമയത്ത് സൂര്യകിരണം നേരെ വന്ന് നിന്റെ ഭംഗിയുള്ള ചിറകിൽ പതിച്ച് എത്ര ഭംഗിയായി കാണാൻ പറ്റും. നിന്റെ ഈ ഐഡിയ കേട്ടിട്ട് എനിക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഞാൻ ആകാശത്തു കൂടി പറന്നു പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും ഞാനാണ് ഈ കാട്ടിലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള പക്ഷിയെന്ന്. എന്നാൽ ശരി, നാളെ രാവിലത്തെ ആദ്യത്തെ സൂര്യോദയത്തോടൊപ്പം നീ എല്ലാവരെയും നിന്റെ കഴിവ് കാണിക്കണം. ഞാൻ എല്ലാവരെയും നദിക്കരയിൽ ഒത്തുകൂടിക്കാം. ഹാ, ശരിയെന്നാൽ. ഇത് കേട്ടപ്പോൾ കാക്ക ചിരിച്ചു. പിന്നെ അവിടെ നിന്നും പറന്നുപോയി. അടുത്ത രാവിലെ, കാലുച്ചേട്ടാ, നിങ്ങൾ എന്തിനാ ഞങ്ങളെല്ലാരും ഇവിടെ വിളിച്ചു വരുത്തിയത്? ആ, വേഗം പറ, എന്താ കാര്യം? പെട്ടെന്ന് മയിൽ അവിടേക്ക് വന്നു. ഇന്ന് എല്ലാവർക്കും കാണാം എന്റെ സൗന്ദര്യത്തിന്റെ അളവെത്രയാണെന്ന്. ഇങ്ങനെ പറഞ്ഞ് അവനൊരു കല്ലിന് മുകളിൽ കയറി. പിന്നെ തന്റെ ചിറക് വിരിച്ച് അതിൽ നിന്നും ചാടി. അവൻ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ചിറകുകൾ ആഞ്ഞടിച്ചു. എന്നാൽ അവന്റെ ഭാരമുള്ള ചിറക് അവനെ മുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം താഴേക്കാണ് കൊണ്ടുപോയത്. അയ്യോ, ഇതെന്താ സംഭവിക്കുന്നത്? അവൻ ചിറകുകൾ വളരെ ശക്തമായി അടിച്ചു നോക്കി. എന്നാൽ മുകളിലേക്ക് പോകുന്നതിന് പകരം പെട്ടെന്ന് അവൻ താഴേക്ക് അടിച്ചു വീണു.
കഴുകനും പിന്നെ പരുന്തും തന്റെ ചിറകുകൾ കൊണ്ട് മുഖം മറച്ച് ചിരിക്കാനായി തുടങ്ങി. അവിടെ ടീനു പക്ഷിയുടെയും മൈനയുടെയും മുഖത്തും ചിരി പടർന്നു. തത്ത കാക്കയെ കണ്ണടച്ചു കാണിച്ച് ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഈഗൽ രാജാവ് അവിടേക്ക് വന്നു. എന്താ ഇവിടെ നടക്കുന്നത്? നിങ്ങൾ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? ഈഗിൾ രാജാവേ, മയില് തന്റെ ഭംഗിയുള്ള ചിറക് കൊണ്ട് പറക്കാൻ ശ്രമിച്ചതാണ്. അവൻ മൂക്കും കുത്തി തറയിൽ വീണതാ. അവന് നല്ല അഹങ്കാരമുണ്ടായിരുന്നു. ഈ അഹങ്കാരിക്ക് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാ. എന്നാൽ നിനക്ക് പറക്കാൻ തോന്നിയത് എന്തുകൊണ്ടാ മയിലേ? അപ്പോൾ മയിലിന് പകരം കാക്ക മറുപടി പറഞ്ഞു. മയിലിന് തന്റെ സൗന്ദര്യത്തിൽ ഒരുപാട് അഹങ്കാരം കയറിയിരുന്നു. അവൻ പറയുന്നത് അവനാണ് ഈ കാട്ടിലെ ഭംഗിയുള്ള സൗന്ദര്യമുള്ള പക്ഷിയെന്ന്. അതുകൊണ്ട് അവൻ ആരോടും സംസാരിക്കാൻ പോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവന്റെ ചിറക് കാരണം അവൻ എല്ലാവരേക്കാളും വലിയവനാണെന്നാണ് കരുതിയിരുന്നത്. ഞാൻ ഇതേ പറഞ്ഞുള്ളൂ. നീ ആകാശത്തിൽ പറന്നു പോയി നിന്റെ ചിറക് എല്ലാവരെയും കാണിക്കാൻ, എന്നിട്ട് തെളിയിച്ചു കൊടുക്കണം. നീ വിചാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം വളരെ ശരിയാണെന്ന്. ഉറപ്പാണ്, ഇന്ന് ഇവന് മനസ്സിലായിട്ടുണ്ടാകും വെളിയിലുള്ള സൗന്ദര്യത്തെക്കാൾ വലുത് അകത്തുള്ളതാണെന്ന്. നല്ല സ്വഭാവവും സ്നേഹവുമാണ് മാന്യമായിട്ടുള്ളതെന്ന്. അപ്പോൾ മയിൽ തന്റെ തല താഴ്ത്തി പറഞ്ഞു. എനിക്കിപ്പോൾ തന്നെ എല്ലാവരോടും മാപ്പ് ചോദിക്കണം. എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കേണ്ട സമയമായി. ഞാൻ ചിന്തിച്ചത് എൻ്റെ സൗന്ദര്യം എന്നെ ശ്രേഷ്ഠമാക്കുമെന്നാണ്. എന്നാൽ ഞാനിന്ന് എല്ലാവരെയും തെളിയിച്ചു ഞാൻ എന്ത് മണ്ടനായിരുന്നെന്ന്. അപ്പോൾ ഈഗിൾ രാജാവ് അവിടെ നിന്നിരുന്ന മയിലിന്റെ അടുത്ത് പോയി അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. യഥാർത്ഥ ഭംഗി നല്ല ചിറകിലോ നിറത്തിലോ അല്ല ഉള്ളത്. പകരം ദയയിലും മധുരമുള്ള വാക്കിലും മറ്റുള്ളവരുടെ അനുകമ്പ ഹൃദയത്തിൽ നിന്നും വരണം. ഈ കാര്യം നീ എന്നും ഓർത്തുവെക്ക്. ഇത് കേട്ട് മയിൽ ശരിയാണെന്ന് സമ്മതിച്ചു. കുറച്ചുനേരം കഴിഞ്ഞ് അവൻ തത്തയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു. മീഠു, നീ മരച്ചില്ലയിലിരിക്കുമ്പോൾ നിന്നെ കാണാൻ എന്ത് ഭംഗിയാ. കേട്ടിട്ടുണ്ട് നഗരത്തിലുള്ള ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്നെ വളർത്തുമെന്ന്. കാരണം നിന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ, നന്നായി സംസാരിക്കുകയും ചെയ്യും. ഇത് കേട്ട് തത്ത ഞെട്ടിത്തെറിച്ചു പറഞ്ഞു. മയിലേ, നീ എന്നെ പുകഴ്ത്തുന്നോ? ഹാ, കാരണം നീ പുകഴ്ത്താൻ യോഗ്യനാണ്. സത്യം? ഇത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം വരുന്നുണ്ട് മയിലേ. മയിൽ അവിടെ നിന്നും കുയിലിന്റെ അടുത്തേക്ക് പോയി. അവൾ ഒരു ചില്ലയിലിരുന്ന് പാട്ടുപാടുകയായിരുന്നു. കൂ, കൂ, കൂ. കുയിലേ, നിന്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമുണ്ട്. എപ്പോഴൊക്കെ നീ പാടുന്ന പാട്ട് കേൾക്കുന്നോ അപ്പോഴെല്ലാം മനസ്സിന് നല്ല സമാധാനം കിട്ടുന്നു. പ്രിയപ്പെട്ട മയിലേ, നിനക്ക് ഒരുപാട് നന്ദി. നിനക്ക് വേണ്ടി മാത്രം ഞാൻ ഇനിയും നന്നായി പാടാം. ഇതു പറഞ്ഞ് കുയിൽ പാടാൻ തുടങ്ങി. മയിലത് കേൾക്കാനും തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും മയിലിന്റെ സ്വഭാവം ഇഷ്ടമാകാൻ തുടങ്ങി. അവൻ എല്ലാവരോടും നന്നായി സംസാരിക്കാൻ തുടങ്ങി. എല്ലാ പക്ഷികളും ഇതിന്റെ ക്രെഡിറ്റ് കാക്കയ്ക്ക് കൊടുത്തു. കാരണം അവൻ കാരണമാണ് മയിൽ പഠിച്ചത് യഥാർത്ഥ സൗന്ദര്യം പുറത്തല്ല അകത്താണെന്ന്. വെളിയിൽ കാണുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന്. ദയയും സമാധാനവും വളരെ നല്ലൊരു ഗുണമാണ്. അത് നിങ്ങളെ സുന്ദരമാക്കും. അങ്ങനെ നമ്മുടെ ബേർഡ് ലാൻഡ് കാട്ടിൽ പഴയതിനേക്കാൾ കൂടുതൽ ഭംഗിയും സമാധാനവും കാണാൻ പറ്റി.